This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. Hi friends, welcome to Achus Tech World. നമുക്കിന്ന് ടെമ്പർഡ് ഗ്ലാസ് എങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഫോണിൻ്റെ ടെമ്പർഡ് ഗ്ലാസ് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അതിൻ്റെ ടെമ്പർഡ് ഗ്ലാസ് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. കാർപ്പൈൻ എന്ന ബ്രാൻഡിൻ്റെ ടെമ്പർഡ് ഗ്ലാസ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഗ്ലാസ് ഈ ഫോണിലേക്ക് എങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാർപ്പൈൻ്റെ ഗ്ലാസ്സാണ്. നമുക്കിത് ഫിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ഗ്ലാസ് വെളിയിലേക്ക് എടുക്കുകയാണ്. ഇത് കാർപ്പൈൻ എന്ന ബ്രാൻഡിൻ്റെ ഗ്ലാസ്സാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ നിന്ന് നമുക്ക് 2 ഗ്ലാസ് കിട്ടുന്നുണ്ട്. 230 റുപ്യക്കാണ്, 230 റുപ്യക്കാണ് വാങ്ങിയത്. ഇതിനൊപ്പം നമുക്ക് 2 ഗ്ലാസും 2 വൈപ്പും കിട്ടുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് മറ്റേത് മാറ്റി വയ്ക്കാം. നമുക്കിനി അതിൻ്റെ ആവശ്യം നമ്മളത് ബാക്കിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഫോണും അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നല്ലമായി ഡാമേജ് ആയിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ട് അത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഗ്ലാസ് റിമൂവ് ചെയ്യുകയാണ്. ഗ്ലാസ് കയ്യിൽ കുത്താതെ സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് കയ്യിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഒരു ഗ്ലൗസ് പ്രിഫർ ചെയ്യുന്നതാണ്. ഗ്ലാസ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഗ്ലാസ്സിലെ പൊട്ടലെല്ലാം നോക്കാം. നല്ല രീതിയിൽ ഗ്ലാസ് ഡാമേജ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ഇനി അതിലെ വെറ്റ് വൈപ്പ് എടുത്തിട്ട് അതിന് മുമ്പ് നമുക്ക് അതിൽ ഡസ്റ്റ് കാണാം. അതിൽ നല്ല ഡസ്റ്റ് ഉണ്ട് സൈഡിലൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയ വെറ്റ് വൈപ്പ് ഗ്രീൻ എഴുതിയ വെറ്റ് വൈപ്പ് കീറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതിൻ്റെ പേപ്പർ എടുക്കുക. അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട്, അത് ചെറുതായി നനഞ്ഞിട്ടുണ്ടാകുന്നുണ്ട് വെറ്റ് വൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതുകൊണ്ട് അതിൻ്റെ ഡസ്റ്റൊക്കെ ക്ലീനായിട്ട് തുടച്ചെടുക്കണം. ഒരു ചെറിയ ഡസ്റ്റ് പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മൊത്തമായിട്ട് തുടച്ചെടുക്കണം. ഒരു ചെറിയ പീസ് ഡസ്റ്റ് വേണം, അവിടെയൊക്കെ ബബിൾ വരും. നമുക്കത് ക്ലീനായി തുടച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈ വൈപ്പും കൊണ്ട് അതിലുള്ള എക്സസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത വെറ്റ് വൈപ്പിൻ്റെ എക്സസ് ആയിട്ടുള്ള ആൽക്കഹോൾ കണ്ടൻറ്റും പിന്നെ ചെറിയ രീതിയിൽ ആ ആൽക്കഹോൾ കണ്ടൻറ്റിലുള്ള ഡസ്റ്റും എല്ലാം നമുക്ക് ഡ്രൈ വൈപ്പും കൊണ്ട് ക്ലീനായിട്ട് തുടച്ചെടുക്കാം. തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ ലൈറ്റിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ഡസ്റ്റ് ഉണ്ടോ, ചെറിയ ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഒരു ചെറിയ ഡസ്റ്റ് പോലും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കും. അവിടെ എല്ലാം നമുക്ക് ബബിള് വരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡസ്റ്റ് എല്ലാം നോക്കിയിട്ട് നേരെ നോക്കി തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് തുടച്ചെടുത്ത് കഴിഞ്ഞില്ലെങ്കിലാണ് നമുക്കതിൽ ബബിളുകൾ വരെ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ മാത്രം എന്തായാലും ബബിൾ വരും. പിന്നെ നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൂടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എവിടെയെല്ലാമാണ് അതിൻ്റെ ഡസ്റ്റ് നോക്കി ക്ലീനായിട്ട് അത് തുടച്ചെടുക്കുക. പിന്നീട് വെറ്റ് വൈപ്പും കൊണ്ട് ഒന്നും കൂടെ തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഡ്രൈ വൈപ്പും കൊണ്ടും തുടയ്ക്കുക. എവിടെയെങ്കിലും ഡസ്റ്റ് കണ്ടാൽ അവിടെ വെറ്റ് വൈപ്പും കൊണ്ട് തുടച്ച ശേഷം ഡ്രൈ വൈപ്പും കൊണ്ടും തുടയ്ക്കുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ഡസ്റ്റ് ക്ലീനായി കിട്ടും. അതോടൊപ്പം നമ്മുടെ സ്ക്രീനിൽ ഫിംഗർ പ്രിൻറ്റ് സാധനങ്ങളൊന്നും പതിയില്ല. അതിനുശേഷം നമ്മൾ ഡ്രൈ വൈപ്പ് എടുത്ത് നല്ലോണം അമർത്തി എല്ലാവിടെയും തുടയ്ക്കുക. അതിൽ അത്രയും ക്ലിയർ ആയി കിട്ടുന്ന ഡിസ്പ്ലേ നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഗ്ലാസ് പ്ലേസ് ചെയ്യുക. അപ്പം നമ്മുടെ ഗ്ലാസ് 100% ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കവിടെ 1-2 ഡസ്റ്റ് മാത്രം കാണുന്നത്. നമ്മൾ തുടച്ചെടുത്ത ശേഷം നമ്മുടെ ഗ്ലാസ് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ആ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ ആ വൈറ്റ് കളർ ബാക്കിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഫിലിം അടർത്തി മാറ്റിയ ഗ്ലാസിൻ്റെ ബാക്കിൽ ഒരിക്കലും കൈകൊണ്ട് തൊടരുത്, ഫിംഗർ പ്രിൻറ്റ് വീഴും. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ മുകളിൽ വെക്കാണ്ട് തന്നെ കൈ കൊണ്ട് 4 സൈഡിലും പിടിച്ച ശേഷം അലൈൻ ചെയ്യുക. ഞാൻ വെക്കുന്നുണ്ടോ, കൈ 2 സൈഡിലും 2 വിരലും ഒരേപോലെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അലൈൻ ചെയ്ത് അറ്റം വരെ അലൈൻ ചെയ്യുക. ഒപ്പം ഒരേപോലെ ഒരേ സ്പേസിങ്ങിൽ അലൈൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് താഴോട്ട് അമർത്തി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അവിടെ എല്ലാം പ്ലേസായി വരികയാണ്. പിന്നെ നമ്മൾ എല്ലാ സൈഡിലേക്കും അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ആ വൈപ്പുകളെടുത്ത് അതിൻ്റെ മേലെ വരയ്ക്കുക. അപ്പം നമ്മുടെ ആ ബബിളെല്ലാം മെല്ലെ മെല്ലെ പോകുന്നത് കാണാൻ സാധിക്കും. പിന്നീട് മിച്ചം വരുന്ന ബബിളുകളുണ്ടാകും. അപ്പം നമ്മൾ അതെന്ത് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ബബിളെല്ലാം കഴിഞ്ഞ ശേഷം പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബബിളുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ സൈഡിലെല്ലാം വലിയ വട്ടങ്ങൾ കാണാൻ സാധിക്കും ബബിളിൻ്റെ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫിംഗറും കൊണ്ട് അതിൽ സൈഡിൽ എവിടെ ബബിൾ കാണുന്നത് വെച്ചാൽ അവിടെ പൊക്കി കൊടുത്തിട്ട് ആ എയറിനെ വെളിയിലേക്ക് പാസ് ചെയ്ത് വിടുക. ഇത് കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ ബബിളെല്ലാം പൊക്കി നമ്മൾ ആദ്യം പൊക്കിയെടുക്കണം. നൈസിൽ പൊക്കിയിട്ട് അതിൻ്റെ ബബിളെല്ലാം അങ്ങനെ വിരലും കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് അതിനെ വെളിയിലേക്ക് തള്ളിക്കളയുകയാണ് വേണ്ടത്. അതെന്താ ബബിൾ വെച്ചാൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എയർ കയറിയതാണ് അവിടെ അങ്ങനെ ബബിളായി കാണുന്നത്. ആ എയർ നമ്മൾ പ്ലേസ് ചെയ്ത ശേഷം അതിന് വെളിയിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വെളിയിൽ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഗ്ലാസ് പൊക്കുന്നതിലൂടെ. എന്നിട്ട് നമ്മൾ അതിനെ വിരലും കൊണ്ട് വെളിയിലേക്ക് തള്ളിവിടുകയാണ്. നമുക്കപ്പോൾ എല്ലാ എയർ ബബിളും വെളിയിലേക്ക് തള്ളിക്കളയാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്ലാസ് അപ്പോൾ 100% പെർഫെക്ഷനിൽ പ്ലേസ് ആയിട്ടുണ്ട്. ചെറിയ എയർ ബബിളും കൂടെ വിസിബിൾ ആവുന്നില്ല. അത്രയ്ക്ക് പെർഫെക്ഷനിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചെറിയ സ്പേസിങ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് രണ്ട് സൈഡും ഒരേ പ്ലേസിങ്ങിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിന് നമ്മുടെ ഫോണിലേക്ക്. അപ്പോൾ നമ്മുടെ പഴയ ഗ്ലാസ് ഉണ്ടല്ലോ, പൊട്ടിയ ഗ്ലാസ്, അത് നമ്മൾ വെളിയിൽ കളയാനൊന്നും പാടില്ല. ആ ഗ്ലാസ് കാലിൽ കുത്തിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സിനെ നമ്മൾ പുതിയ ഗ്ലാസ് വന്ന പോലെ വെച്ചിട്ട് അതിനെ മറ്റേ ആ വെള്ള കേസിൽ തന്നെ ആക്കി വെച്ച ശേഷം നമുക്കത് വല്ല ഡസ്റ്റ് ബിന്നിൽ, അതായത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി കളയണം. നമ്മൾ വെറുതെ വെളിയിലേക്ക് വലിച്ചെറിയാനൊന്നും പാടില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടെമ്പർ ഗ്ലാസ് ഷോപ്പിൽ പോകേണ്ട അതിനെ റീപ്ലേസ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഗ്ലാസ്സുകൾ നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ട് നമ്മുടെ ഫോണിനനുസരിച്ചിട്ട് വാങ്ങുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ ഷെയർ ചെയ്യുക. Okay then, see you in next video. It's your Achus signing off. Goodbye.